2020 വിട്ട അഖിൽ മാരാർ സംസാരിക്കുന്നു. സ്വാഭാവികമായി ഐഷാപൂറ്റി വന്നപ്പോൾ അത് വരാനുണ്ടായ കാരണം എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അവിടെ ഐഷാപൂറ്റിയെ മത്സരിപ്പിച്ച് ആ സീറ്റ് ജയിപ്പിക്കുക എന്നതായിരുന്നില്ല അവിടുത്തെ ലക്ഷ്യം. പകരം മറ്റു പല ഉദ്ദേശങ്ങളുമായിരുന്നു. ഞാൻ വരുന്നത് തടയുക എന്നുള്ള ചില ഉദ്ദേശങ്ങൾ കൂടിയായിരുന്നു. അപ്പം ഞാൻ കരുതി അവിടെ സ്വതന്ത്രനായിട്ട് മത്സരിക്കും. ഞാൻ പണ്ടും എൻ്റെ നാട്ടിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ സ്വതന്ത്രനായി മത്സരിച്ചിട്ടുള്ള ഒരാളാണ്. അങ്ങനെ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ച എനിക്ക് കിട്ടിയൊരു അവസരമാണ് 2020 വഴി കൊട്ടാരക്കരയിൽ സ്വതന്ത്രനായി തന്നെ മത്സരിക്കുക. അപ്പോൾ NDAയുടെ അതായത് BJPയുടെ വോട്ടും ഒരു സ്വതന്ത്രനായി ലഭിക്കുന്ന വോട്ടുകളും കോൺഗ്രസിനുള്ളിലുള്ള വിള്ളലുകളിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയാവുന്ന വോട്ടുകളും അതുപോലെ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനം പ്രത്യേകിച്ച് CPM-നുള്ളിലൊക്കെ എല്ലായിടത്തും പടലപ്പിണക്കങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. 40,000-ഓളം വോട്ട് കൊട്ടാരക്കരയിൽ BJPക്ക് അടിസ്ഥാനമായിട്ട് രണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും കിട്ടിയതുമാണ്. പക്ഷേ നിയമസഭയിൽ അവർക്ക് 20,000-നും 22,000-നും ഇടയിൽ വോട്ടുകൾ ലഭിച്ചിരുന്നുള്ളൂ. ഞാൻ കരുതിയത് ആ BJPയുടെ വോട്ട്, അതായത് ഒരു അടിസ്ഥാനപരമായി അവർക്ക് കിട്ടേണ്ട വോട്ടുകളിൽ നിയമസഭയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന വോട്ടുകളെ നിയമസഭയിലേക്ക് എത്തിച്ചാൽ അഡീഷണൽ എനിക്ക് വ്യക്തിപരമായി നേടിയെടുക്കാൻ കഴിയാവുന്ന വോട്ടുകളും കോൺഗ്രസിനുള്ളിലെ വിള്ളലുകളുമൊക്കെ മുതലെടുത്ത് കഴിഞ്ഞാൽ അത് 50,000-ലേക്ക് എത്തിച്ചാൽ ഒരുപക്ഷെ മത്സരം 3-1 ജയിക്കാൻ കഴിയും. കുറഞ്ഞ പക്ഷം 2ാം സ്ഥാനത്തെങ്കിലും എത്താൻ കഴിയും. ഈ ഒരൊറ്റ കാരണം മുൻനിർത്തി മാത്രമാണ് ഞാൻ 2020-ലേക്ക് ചേരുന്നത്. പക്ഷേ 2020-ൽ ഞാൻ ചേർന്നതിന് ശേഷം ഞാൻ ഫെബ്രുവരി 11 ചേരുന്നതെങ്കിൽ ഫെബ്രുവരി 21 രശ്മി വരുന്നത്. രശ്മിയെയും ബുദ്ധിപരമായിട്ട് കൊണ്ടുവന്ന് നമ്മുടെ സാധ്യതകളെ അവിടെ അടച്ചതാണ്. അതിനുശേഷം തൃപ്പൂണിത്തറ സീറ്റ് BJPയുടെ മറ്റൊരു A ക്ലാസ് മണ്ഡലം എനിക്ക് നൽകാമെന്നുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് എന്നെ കൊട്ടാരക്കരയിൽ സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് അവർക്ക് ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അവർക്കറിയാവുന്നതാണ്. അതുകൊണ്ട് പകരം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മറ്റൊരു മണ്ഡലം കൊടുക്കാം. അതുകൊണ്ടാണ് 2020-ക്ക് കിട്ടത്തില്ല, എന്തിന് 2020-ക്ക് കൊടുത്തു എന്നൊക്കെ പലരും ചോദിക്കുന്ന സമയത്തും 2020-ക്ക് ആ സീറ്റ് കിട്ടാനുണ്ടായ കാരണം എനിക്ക് നൽകിയ വാക്ക് പാലിക്കപ്പെടാതെ പോയി എന്നുള്ള രാജീവ് ചന്ദ്രശേഖർ കൂടി ചിന്തയായിരുന്നു. അതിനുശേഷം തൃക്കാക്കരയിലേക്ക് എന്നെ ബോധപൂർവ്വം നിർത്തിയത് തന്നെ ഞാൻ എൻ്റെ രാഷ്ട്രീയ ഭാവി മുന്നോട്ടൊരു പോക്കുണ്ടാവാൻ പാടില്ല. കാര്യം തൃക്കാക്കരയിൽ BJPക്കും സംഘടനാപരമായി ദൗർബല്യമുള്ള സ്ഥലമാണ്. അവർ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ ഒരു കൗൺസിലർ പോലും ഇല്ല, ഒരു കൗൺസിലർ പോലും BJPക്കില്ല. തുടക്കത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഞാൻ കുറച്ച് മുമ്പ് നിങ്ങളുള്ള സമയത്ത് തന്നെ ഞാൻ വായിച്ചു. മാർച്ച് 15 തന്നെ ഞാൻ സാബു ജേക്കബിന് മെസ്സേജ് അയച്ചത് എനിക്ക് പറ്റിയ വലിയൊരു തെറ്റ് പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം എന്ന് തന്നെ മാർച്ച് 15 അയച്ച മെസ്സേജ് ഞാൻ നിങ്ങൾ വരുന്നതിന് മുമ്പേ ഞാനിവിടെ എൻ്റെ ഫോൺ അവിടെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരാം. അതായത് ആ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ ചർച്ചകളുണ്ടായി, വലിയ ബഹളങ്ങളുണ്ടായി. ഞാൻ ഓഫീസിൽ വെച്ച് ഞാൻ വലിയ ഷൗട്ട് ചെയ്യുന്നൊരു സാഹചര്യം വന്നു. ഞാൻ ഷൗട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളെല്ലാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അയാളെ കൊണ്ട് കുഴിയിൽ ചാടിച്ചതിന് ശേഷം തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുമ്പിലുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് എന്താ? ഞാൻ പറഞ്ഞു നിങ്ങളെ വെടിവെച്ച് കൊന്നിട്ട് ഞാൻ സൂയിസൈഡ് ചെയ്യാമെന്ന് പറഞ്ഞത്. ഇങ്ങനെ വരെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ഇവർ ഒരു രീതിയിലും, കാര്യം പുള്ളിയെ സംബന്ധിച്ച് പുള്ളിയുടെ കാര്യം മാത്രമാണ്. പുള്ളിയുടെ കമ്പനിക്ക് ഉണ്ടായ നഷ്ടങ്ങൾ മാത്രം. 19 സീറ്റിൽ എന്തിനാണ് 2020 മത്സരിച്ചതെന്ന് പലരും ചോദിക്കും. BJPക്കാർ തന്നെ ചോദിക്കും എന്തിനാ 19 സീറ്റ് 2020-ക്ക് എന്താ അടിസ്ഥാനം? 19 സീറ്റിൽ മത്സരിച്ചെങ്കിൽ 19 സീറ്റിൻ്റെ കണക്ക് പറഞ്ഞ പൈസ മേടിക്കാൻ പറ്റും. അതിൽ തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ കൊണ്ടുവരുമ്പോഴത്തേക്ക് A ക്ലാസ് സീറ്റുകളാണെന്ന് പറഞ്ഞിട്ട് അഡീഷണൽ പേയ്മെൻറ്റ് മേടിക്കാൻ പറ്റും. അങ്ങനെ ഒരു പേയ്മെൻറ്റ് വാങ്ങിയതിന് ശേഷം ഞാൻ എന്തിനാണ് ആ പഴിയും കേട്ട് കിടക്കുന്നത്? 2020-ക്ക് പണം BJP സംഘടനാപരമായിട്ട് ഈ തെരഞ്ഞെടുപ്പിലേക്ക് കൊടുത്തിട്ടുണ്ട്. അഖിൽ മാരാരാണ് പ്രതികരിക്കുന്നത്. 2020 വിട്ടിരിക്കുകയാണ് അഖിൽ മാരാർ. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് 2020-ൽ ചേർന്നത്. കോൺഗ്രസിൽ മത്സരിക്കാൻ കഴിയും, UDF-ന്റെ ഭാഗമായി കൊട്ടാരക്കരയിൽ മത്സരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അതുണ്ടായില്ല. പിന്നീട് 2020-ലേക്ക് പോവുകയായിരുന്നു. പക്ഷേ കൊട്ടാരക്കരയിൽ മത്സരിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ സാബുവും ജേക്കബുമായുള്ള തർക്കത്തെക്കുറിച്ച് ഉൾപ്പെടെ സംസാരിക്കുന്നത്.